ഓസ്ട്രേലിയൻ നഗരമായ അഡ്ലേഡിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലൂഗം പാർക്കിൽ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച ഈശോയുടെ പീഡാനുഭവ ദൃശ്യാവിഷ്കാരം വലിയൊരു വിശ്വാസ സാക്ഷ്യമായി മാറി. ദുഃഖവെള്ളി ദിവസം ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദൃശ്യാവിഷ്കാരത്തിലും ഇതിനു മുന്നോടിയായി നടന്ന കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിലും പങ്കുചേർന്നത്. അഡ്ലേഡ് സീറോ മലബാർ ഫൊറോനയിലുള്ള സെയിന്റ് അൽഫോൺസ, സെയിന്റ് എവുപ്രാസ്യ, സെയിന്റ് മേരീസ് ഇടവക ദേവാലയങ്ങളിലെ അംഗങ്ങൾ കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിലും ദൃശ്യാവിഷ്കാരത്തിലും സജീവമായി പങ്കുചേർന്നു. സെയിന്റ് അൽഫോൺസ ഫൊറോന ദേവാലയത്തിന്റെയും സെയിന്റ് മേരീസ് ഇടവക ദേവാലയത്തിന്റെയും വികാരി ഫാദർ സിബി പുളിക്കലും എവുപ്രാസ്യ ഇടവക ദേവാലയത്തിന്റെ ചുമതലയുള്ള ഫാദർ അജിത് ചെറിയകരയും സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് യുവജനങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും സഹായവുമായി രംഗത്തുണ്ടായിരുന്നു. വിശ്വാസം തീക്ഷ്ണതയോടെ പ്രഘോഷിക്കുന്നതിലും ജീവിക്കുന്നതിലും അഡ്ലേഡിലെ സീറോ മലബാർ വിശ്വാസികൾ ഇതര സമൂഹങ്ങൾക്ക് മാതൃകയാണെന്നും ലോകസമാധാനത്തിനും കുടുംബങ്ങളുടെ നവീകരണത്തിനും വേണ്ടി നടത്തപ്പെട്ട കുരിശിന്റെ വഴിയിൽ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നുവെന്നും ഫാദർ സിബി പുളിക്കൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. തീഷ്ണതയോടുകൂടെ തങ്ങളുടെ വിശ്വാസം പ്രഘോഷിക്കുവാനും ജീവിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് സീറോ മലബാർ സഭയുടെ വിശ്വാസി സമൂഹം ഇവിടെയുള്ളത്. ഈ നാട്ടിലെ ജനതയ്ക്ക് വലിയ മാതൃകയായി അവരുടെ വിശ്വാസ ആചരണങ്ങൾ മാറാറുണ്ട്. അവരുടെ ദേവാലയങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ് വിശ്വാസി സമൂഹത്തെ കാണാൻ ഈ നാട്ടിലുള്ള മനുഷ്യർ തുടങ്ങിയത് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഇവിടെ കുടിയേറി പാർത്തത് മുതലാണ്. അത് ഈ നാട്ടിലുള്ള ജനതയ്ക്ക് വലിയ മാതൃകയാണ് എന്ന് അവർ പലപ്പോഴും പറയാറുണ്ട്. വളരെ തീഷ്ണതയോടുകൂടെ തങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ വിശ്വാസം തങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ ഇവിടെയുള്ളവർ കാണിക്കുന്ന തീഷ്ണത എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ, നമ്മുടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും ഏറ്റവും നന്നായിട്ട് ഇവിടുത്തെ വിശ്വാസി സമൂഹം ഉപയോഗിക്കാറുണ്ട്. ലോകസമാധാനത്തിന് വേണ്ടിയിട്ടും കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടും നിയോഗം വെച്ചുകൊണ്ട് ഈ കുരിശിൻ്റെ വഴി ഇവിടെ നടത്തപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കാരുണ്യവും കൃപയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനായ കർത്താവ് നമ്മളെല്ലാവരെയും തൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കട്ടെ. കുരിശിന്റെ വഴിയിലെ 10ാം സ്ഥലം മുതൽ 14ാം സ്ഥലം വരെയാണ് ദൃശ്യാവിഷ്കാരത്തിന്റെ ഭാഗമായത്. 40ാം വെള്ളിയാഴ്ച ഇവർ ഏഡൻ വാലിയിലെ കുരിശുമലയിലേക്ക് ഒരു കുരിശിന്റെ വഴി പ്രദക്ഷിണം സംഘടിപ്പിച്ചിരുന്നു. 600ഓളം പേരാണ് ഇതിൽ പങ്കെടുത്തത്. സിഡ്നി, പെർത്ത് നഗരങ്ങളിലും ദുഃഖവെള്ളിയാഴ്ച ദിവസം സീറോ മലബാർ വിശ്വാസികൾ കുരിശിന്റെ വഴി പ്രദക്ഷിണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിലും വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമാണ് ദൃശ്യമായത്. അഭിവന്യമാർ ജോൺ പനന്തോട്ടം പിതാവിന്റെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയൻ ജനതയ്ക്ക് സീറോ മലബാർ സഭാംഗങ്ങൾ വലിയ വിശ്വാസ സാക്ഷ്യമാണ് പകർന്നു നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.